എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് ഒരു മത്തൻ ഒഴിച്ചുകറിയാണ് കേട്ടോ. മത്തനും അതുപോലെ തന്നെ നമ്മൾ സാമ്പാർ ചേർക്കുന്ന പരിപ്പും കൂടി ചേർത്തുള്ള ഒരു അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. സാമ്പാർ പരിപ്പ് എടുത്തൊരു പാത്രത്തിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക. ആ വാഷ് ചെയ്തെടുത്തതിന് ശേഷം അത് നമ്മളൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് എന്തോരം കറി വേണം അതിനനുസരിച്ച് ഉള്ള ഒരു കുക്കറിലേക്ക് നമ്മൾ പരിപ്പിട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചേർക്കാൻ വേണ്ടി പോകുന്ന മത്തൻ ഞാനിവിടെ തൊലി എടുത്തിട്ടില്ല കേട്ടോ. കാരണം മത്തനും പരിപ്പും രണ്ടും യെല്ലോ കളറാണല്ലോ. അപ്പോൾ ഒരു ഗ്രീനിഷ് കളർ നമ്മളെ കറിക്ക് നല്ലൊരു ഭംഗി കൊടുക്കും. അതുപോലെ തന്നെ ആ മത്തൻ ഒത്തിരി മൂത്തതാണെങ്കിൽ ഹാർഡായതാണെങ്കിൽ മാത്രം നിങ്ങൾ തൊലി എത്തിക്കോളൂ. ഇവിടെ അത്ര ഹാർഡായതല്ല, എന്നാലും നല്ല മൂത്ത മത്തനാണ്. പിന്നെ അതിലേക്ക് നമ്മൾ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു. ഞാനിപ്പോൾ അധികം അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെയും കൂടി 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കുറച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ, ഒരു 4 പച്ചമുളക്. പിന്നെ നമ്മൾ കുറച്ച് തക്കാളി, പുളി വേണം ഈ കറിക്ക്. പുളി നല്ലൊരു ടേസ്റ്റാണ് ഈ കറിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു തക്കാളിയും കൂടി ചേർത്തു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇങ്ങനെ പരിപ്പ് കറി അതുപോലെ തന്നെ മത്തനൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ പിഴിയുന്ന പുളി അങ്ങനെയൊന്നും ചേർക്കില്ല. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മളൊരു പുളിക്കൊരു തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ഗംഭീര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, അതുപോലെ തന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു, കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കേട്ടോ. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് നമ്മൾ അടച്ച്, ഈ പരിപ്പിന് ഇനിയിപ്പോൾ വേവ് കൂടുതലുള്ള പരിപ്പാണെങ്കിൽ അതിനനുസരിച്ച് വിസിലടുപ്പിച്ചെടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഈ കറിയിലേക്ക് വേണ്ടിയിട്ട് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 4-5 നല്ല എരിവുള്ള പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ്. നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കരുത്. നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇച്ചിരി ഒന്ന് പേസ്റ്റ് ആയതിന് ശേഷം അരച്ച് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ വെള്ളം ചേർക്കുന്നുള്ളൂ. അതേ നോക്കിയാൽ നമ്മളെ മത്തനും പരിപ്പും ഒക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി കറിയാണ്, നല്ല ഉഗ്രൻ ടേസ്റ്റാണ്. ഇതേ നല്ല അടിപൊളി, നല്ല മൂത്ത മത്തനായതുകൊണ്ട് നല്ല കളറുണ്ട് നമ്മൾ കറിക്ക്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഇനി ഈ കറി അരപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് ചൂടായി ഒന്ന് തിള വന്നോട്ടെ കേട്ടോ. കുറച്ചൊന്ന് തിള വരുമ്പോഴാണ് നമ്മളിത് ഓഫാക്കുന്നത്. ഒരുപാടങ്ങ് തിളച്ച് പോയാലും കറിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമ്മളൊരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് താളിച്ചെടുക്കണം. നമ്മളെ കറി നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കുക. ഉണക്കമുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കൂട്ട് നന്നായിട്ടൊന്ന് ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. ആ ഉള്ളിയൊക്കെ നല്ല ആ എണ്ണയിൽ കിടന്നൊന്ന് മുരിഞ്ഞ് വരുമ്പോഴാണ് ഒരു ഉള്ളീൻ്റെയൊക്കെ സ്വാദ് നമ്മളെ കറിയിലേക്ക് വരുള്ളൂ കേട്ടോ. അതേ നല്ല ഗോൾഡൻ കളറിൽ നമ്മുടെ ഇത് മിശ്രിതം നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ കറിയിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി കറിയാണ് ഇത്. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഇനി നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം മത്തനെ ഒക്കെ കിട്ടുമ്പോൾ മത്തന് വെറുതെ വെച്ച് നോക്കുക, അല്ലാതെ ഇങ്ങനെ പരിപ്പൊക്കെ കിട്ടുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇത്. നമുക്ക് ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ ദോശേൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇനിയിപ്പോൾ മത്തൻ്റെയൊക്കെ സീസൺ ആയല്ലോ, ഇഷ്ടംപോലെ മത്തനൊക്കെ കിട്ടും. അപ്പോൾ എപ്പോഴും മൂത്ത മത്തൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂത്ത മത്തനാണ് നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടും. നല്ല ഹാർഡായിട്ടുണ്ടാവും മൂത്ത മത്തന്. അത് ഇച്ചിരി കനം കുറവായിരിക്കും മത്തന്. ഇത് നല്ല ഹാർഡായിട്ട് നല്ല അടിപൊളി മൂത്ത മത്തനായിരുന്നു കേട്ടോ. നല്ല കളറും ഉണ്ടാവും ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മളെ കറിക്ക് നല്ല യെല്ലോയിഷ് കളർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ പരിപ്പും കൂടി ചേർത്ത് ഒന്ന് വെച്ച് നോക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ മമ്പയറിൻ്റെ കൂടെയൊക്കെ നമ്മൾ മത്തൻ വെക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഒഴിച്ചുകറിയായിട്ട് നമുക്ക് നല്ല ഗംഭീര ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം. താങ്ക്